എവിടുന്നെങ്കിലും വന്നിട്ടുണ്ട്, ചെന്ന് നോക്കി ഞാൻ പറഞ്ഞ പോലെ ഇല്ലേ? കണ്ണിൽ കാണാത്തതും പിന്നെ കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപോൽ കടിപ്പറഞ്ഞോർ. ലോക പ്രശസ്ത പണ്ഡിതനും നിരൂപകനുമായ ഹാഫിദുൽ ദഹബി അദ്ദേഹത്തിന്റെ സിയറു അലാമിൻ നുബല എന്ന കിതാബിൽ ഈ ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഈ മൗലവിക്ക് കിതാബ് അറിയോ, ചരിത്രമറിയോ, മുഹീദ്ദീൻ ശൈഖിനെ അറിയോ? എന്തെങ്കിലും പഠിച്ചിട്ടാണോ വിളമ്പാൻ നടക്കുന്നത്? ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണുന്ന നിങ്ങളെ കൽബകം എന്നോവർ എന്ന് ചരിത്രപരമായ ഈ സത്യം ഖാദി മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ട് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽ ഇക്കാലം വരെ ഇക്കണ്ട പണ്ഡിതന്മാരെ മുഴുവനും മുഹീദ്ദീൻമാനെ ചൊല്ലിയിട്ട് അത് ശിർക്കാണെന്ന് കണ്ടുപിടിച്ചില്ല. ഈ സലഫി പുതിയ വാദങ്ങൾ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് സലഫി പറയുന്നത് അല്ലാഹ്ക്കേ അറിയൂ. പക്ഷേ അതേ സലഫി തന്നെ പേരോടിന്റെ മനസ്സ് മൂപ്പര് നോക്കി വായിക്കുകയാണ്. പേരോടിന് കിബറാണ് ജനങ്ങളെ. ഈ മൗലവിയെ കുറിച്ച് തീരുമാനമെടുക്കട്ടെ നിഷ്പക്ഷമതികൾ. ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ സഹോദരന്മാരെ, ആർക്കാണ് കിബിർ? ഇതുവരെ ഞാൻ പറഞ്ഞത് ആർക്കാണ് രോഗം, ഇനി ആർക്കാണ് കിബിർ എന്നാണ് എന്റെ വിഷയം. കേൾക്കണം നിങ്ങൾ. മൗലവി പറയുന്നത് ഞാൻ വരേണ്ടതൊന്നുമില്ല നാദാപുരത്ത്, ഇവിടെ സക്കരിയ സലാഹിയുണ്ട്, ഹനീഫ കായ്ക്കൊടിയുണ്ട്, ഞാൻ വരേണ്ടതൊന്നും ഇല്ല. അപ്പൊ മൂപ്പരാരാ? മൂപ്പരാണല്ലോ ആഗോള നേതാവ്. മറ്റുള്ള മൗലവിമാരൊക്കെ മൂപ്പര കീഴിലാണല്ലോ. കേട്ടോളി, ഞാൻ മാത്രമൊന്നുമല്ല ഇതിനിപ്പോ ഷാർജിൽ നിന്ന് വരേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നല്ല ആൺകുട്ടികളായിട്ട് ആൾക്കാരുണ്ട്. നിങ്ങൾ ഹനീഫ് കായക്കോടിന്റെ മുമ്പ് എത്രോടൊന്ന് ഓടിയിട്ടുണ്ട്? സക്കരിയ സലാഹിയുടെ മുമ്പ് നിങ്ങൾ എത്രോടൊന്ന് ഓടിയിട്ടുണ്ട്? ഇവിടെ ആൾക്കാർ കമ്മി ഉണ്ടായിട്ടൊന്നുമില്ല, നമ്മൾ വരേണ്ട ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പൊ സുഹൃത്തുക്കളെ, ആ വിഷയം വേറെയാണ്. എന്തോ ആട്ടെ, ആ വിഷയം വേറെയാ. നമ്മൾ വരേണ്ട ആവശ്യമൊന്നും ഇവിടെ. ഞാൻ ഹനീഫ കായക്കൊടിയിൽ ഓടിയതാണ്, സക്കരിയ സലാഹിന്റെ ഞാൻ ഓടിയതാണ്. ഓടിയതല്ലേ നമ്മൾ ഇടമുട്ടത്തുനിന്ന് കണ്ടത്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ വെക്കുന്നുണ്ട്. ഹനീഫ കായക്കൊടിയും അതുപോലെ നമ്മുടെ സക്കരിയ സലാഹിയും ഒക്കെ എന്തായത് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ സ്റ്റേജ് തന്നെ വെച്ച് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞാൻ ഓടിയതല്ലേ, ഭയങ്കര ഓട്ടയല്ലേ ഞാൻ ഓടിയത്. പുല്ല് മുളച്ചിട്ടില്ലല്ലോ അവിടെ ഒന്നും. ഓടിയ സ്ഥലത്ത് അയാൾ കാണിച്ചു തരാം, ആരാ ഓടുന്നതൊക്കെ കാണിച്ചു തരാം. ഇനി നിങ്ങൾ കേൾക്കണോ? മൂപ്പര് സ്വന്തം മദ്ഹ് പറയുന്നത് കേട്ടോളെ. എങ്ങനെയാ സ്വന്തം മദ്ഹ്? ഞാൻ കൈപിടിച്ച് മൊത്തമെന്ന് പറയുന്നവനല്ല, ഞാൻ അങ്ങനെ പറയുന്നവനല്ല, ഞാൻ ഇങ്ങനെ പറയുന്നവനല്ല, ഞാൻ 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 ആണല്ലോ. നമ്മളെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പണ്ട് പറഞ്ഞതായിരുന്നു. എന്താ പറഞ്ഞത്? അസ്ജുദു ലിമൻ ഖലഖത തീന. ഞാൻ 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 സുജൂദ് ചെയ്യുക. ഞാൻ ഞാൻ കേട്ടോളൂ, ഞാൻ വെച്ചാട്ടോ. സുഹൃത്തുക്കളെ, ആളല്ല ഞാൻ വലിയ ആലിമാണ് എന്ന് പറയുന്നവനോ, ഞാൻ വരുമ്പോ നിങ്ങളൊക്കെ തക്ബീർ ചൊല്ലണം ആളെ കാണുമ്പോ ചൊല്ലും പോലെ എന്ന് പറയുന്നവനോ, അതല്ലെങ്കിൽ എന്റെ കൈ പിടിച്ച് മുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളോ അല്ല ഞാന്. അത് നിങ്ങൾ വേറെ ആളെ നോക്കിക്കോ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. ഞാൻ ഈ ഇരിക്കുന്ന നിങ്ങളിൽ ഒരുവനാണ്, ഒരു സാധാരണക്കാരനാണ്. പിന്നെ ചില കാര്യങ്ങൾ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുമ്പോ അത് പറയാൻ ബാധ്യതയുള്ളത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോ എത്ര ഞാനുണ്ട് അതില്? മൂപ്പര് പറഞ്ഞു ഞാനങ്ങനെ കൈപിടിച്ച് ചുംബിക്കണം എന്ന് പറയുന്നവനല്ല. അപ്പൊ അതിനുള്ളോട്ട് എന്താ അറിയോ? കൈപിടിച്ച് ചുംബിക്കൽ ഭയങ്കര തെറ്റാണ് വരുത്തി തീർക്കുന്നത്. കൈപിടിച്ച് ചുംബിക്കണമെന്ന് ആരെങ്കിലും പറയാറില്ല. ഉള്ളാൾ നിങ്ങൾ പറയണ്ട എന്റെ കൈപിടിച്ച് ചുംബിച്ചോളൂ. കാന്തപ്രസാദ് പറയില്ല എന്റെ കൈപിടിച്ച് ചുംബിച്ചോളൂ. അതാരും പറയില്ല. പക്ഷെ കൈപിടിച്ച് ആരെയാ ചുംബിക്കേണ്ടതെന്ന് സമുദായത്തിന് അറിയാം. അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അത് പിന്നെ മുമ്പ് പറഞ്ഞെന്തറിയോ? കാളനെ കാണുമ്പോൾ തെക്കുതീരി കൊല്ലും പോലെ, കാളനെ കാണുമ്പോൾ തെക്കുതീരി കൊല്ലും പോലെ. മൂപ്പർക്ക് കാളനെ മാത്രമേ പരിചയമുള്ളൂ. മൂപ്പർക്ക് പരിചയമുള്ള കാളനെയാണ്, വേറെ ആരെയും പരിചയമില്ല. ആരെയാണ് മൗലവി നീ ആ കാളാന്ന് പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണോ? ഞങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോ അല്ലാഹു അക്ബർ എന്ന് സഹാബത്ത് തക്ബീർ ചൊല്ലി.
ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വരുമ്പോ സഹാബത്ത് തക്ബീർ ചൊല്ലി. ഇതാ ഞങ്ങൾ പഠിച്ചത്. അപ്പൊ നിങ്ങൾ ഈ കാളനെ കാണുമ്പോൾ തക്ബീർ എന്ന് പറഞ്ഞല്ലോ. ആരെയാ നിങ്ങൾ കാളാന്ന് പറഞ്ഞത്? റസൂലുള്ളാഹിനെയാ? ഞാൻ വായിക്കട്ടെ, കേട്ടോളൂ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നത്, وخرج الناس حين قدمنا المدينة في الطرق وعلى البيوت والغلمان والخدم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഞാനും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, മദീനയിലേക്ക് അങ്ങ് ചെല്ലുമ്പോ എല്ലാ ചെറുപ്പക്കാരും ഖാദിബീകളും എല്ലാവരും വഴിക്ക് വന്നു. യഖൂലൂന, അവരൊക്കെ റസൂലുള്ളാഹിയും സിദ്ദീഖുൽ അക്ബറിനെയും കാണുമ്പോ പറയുന്നു, അല്ലാഹു അക്ബർ, ജാഅ റസൂലുള്ളാഹ്, അല്ലാഹു അക്ബർ, ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ, ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ, ജാഅ റസൂലുള്ളാഹ്. റസൂലുള്ള കയറി വരുമ്പോ സഹാബത്ത് മുഴുവൻ തക്ബീർ ചൊല്ലി സ്വീകരിക്കുന്നു. ഇത് മൗലവിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇത് മൗലവിയുടെ നേതാവല്ല, ഇത് മുസ്ലിമീങ്ങളെ നേതാവാണ്, സലഫികളെ നേതാവല്ല. അതുകൊണ്ട് മൗലവിക്ക് റസൂലുള്ള വരുമ്പോ അല്ലാഹു അക്ബർ ചൊല്ലി സഹാബത്ത് സ്വീകരിച്ചതിനെ കുറിച്ച് മൗലവി പറയുന്നത്, കാള വരുമ്പോൾ തക്ബീർ ചൊല്ലുന്നത് പോലെ ഞാൻ വരുമ്പോൾ തക്ബീർ ചൊല്ലുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഓ സലഫികളെ, നിങ്ങളെ ഇസ്ലാം എവിടെ? നിങ്ങളെ ഈമാൻ എവിടെ? റസൂലുള്ള കയറി വരുമ്പോ തക്ബീർ ചൊല്ലിയത് നിങ്ങൾ നാഴികക്ക് 40 വട്ടം വിളിച്ചു പോകുന്ന പണ്ഡിതനായ ഇബ്നു കസീറിന്റെ അൽ ബിദായത്ത് വന്നിഹായയിലില്ലേ? എന്നിട്ട് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് റസൂലുള്ള മദീനയിലേക്ക് വന്നത്. വരുമ്പോ അന്ന് സ്ത്രീകൾ രംഗത്തിറങ്ങരുതെന്ന നിയമമില്ല, സ്ത്രീകൾ വീട്ടിലിരിക്കണമെന്ന നിയമമില്ല, സ്ത്രീകൾ ശബ്ദിക്കരുതെന്ന നിയമമില്ല. അതുകൊണ്ട് സ്ത്രീകളടക്കം സ്വീകരണത്തിന് വന്നിരുന്നു. ആ സ്ത്രീകളും കുട്ടികളും അതാ റസൂലുള്ള വരുമ്പോ മൗലിദ് ഓതുന്നു. അതും കേൾക്കാൻ സമയത്ത് ആയിഷ യഖൂലു ലമ്മാ ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത ജഅല النساء والصبيان يقولن طلع البدر علينا من ثنيات الوداع وجب الشكر علينا مع ذلك തക്ബീറും ചൊല്ലിയിട്ട് പല അൽബദർ മൗലിദും ഓതിയിട്ട് 12 തിങ്കളാഴ്ച അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിച്ചില്ലേ? ഇത് തന്നെ ഫത്ഹുൽ ബാരിയിൽ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളും എഴുതിയില്ലേ? ജാഅ മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹു അക്ബർ, ജാഅ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. وخرجت جمعان من بني النجار يضربن بالدف وهن يقولن. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ദഫ് മുട്ടിയിട്ടുള്ള സ്വീകരണവും അതിന്റെ പുറമെ അലൽ വലഇദ് യഖുൽന ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ മാദഅ ലില്ലാഹി ദാഇ. സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി എഴുതുന്നു, റസൂലുള്ള വരുമ്പോൾ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലുന്നു, സഹാബത്ത് അതാ ബൈത്ത് ചൊല്ലി സ്വീകരിക്കുന്നു, മൗലിദ് ഓതി സ്വീകരിക്കുന്നു. ഓ മൗലവി, കാളനെ കാണുമ്പോഴാ തക്ബീർ എന്ന് ആരാ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? റസൂലുള്ള കാളയാണോ? നിങ്ങൾ മുസ്ലിമാണോ?